ആണും പെണ്ണും നടുറോട്ടിൽ ഖാരിഅത്തു ത്വരീഖ് നടുറോട്ടിൽ നഹാറൻ പകലിൽ ജിഹാറൻ പരസ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും. ഫയകൂനു അംസലുഹുമുല്ലദീ യഖൂൽ, അക്കാലത്തെ ഏറ്റവും നല്ലവൻ യഖൂൽ ഇങ്ങനെ പറഞ്ഞാൽ മതിയാകും, ലൗ നഹൈതഹ അനി ത്വരീഖ്, നീ ചെയ്തോ പക്ഷെ ആ വഴിന്ന് മാറ്റ്. മനസ്സിലായില്ലേ? ചിന്തിക്ക് ലൗ നഹൈതഹ അനി ത്വരീഖ്, ആ വഴിയിൽ നിന്ന് മാറ്റടൂ. ഈ ഖാരിഅത്തു ത്വരീഖിൽ നടുറോട്ടിൽ ചെയ്യല്ലേ. എനിക്ക് ഭ്രാന്താണെന്ന് നിങ്ങൾ പറയുന്നതിൽ എനിക്കൊരു വിഷമമില്ല. പക്ഷെ 10 കൊല്ലം കഴിഞ്ഞിട്ട് ഇയാളാ പറഞ്ഞത് ശരിയായിരുന്നു എന്ന് പറയേണ്ടി വന്നാൽ ഖേദിക്കണം. അതിൽ പിന്നെ നഷ്ടം, പിന്നെ തിരിച്ചെടുക്കാൻ കഴിയില്ല. ഇപ്പം ഇയാൾ ഈ പറഞ്ഞത് ഒരു ഭ്രാന്താണ് ഇത് പറഞ്ഞോളി, എനിക്ക് ഒരു വിരോധമല്ല. എന്തുകൊണ്ട് ഞാൻ കാലത്തിനപ്പുറം സഞ്ചരിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇത് ശൈത്താൻ്റെ കാലമാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഇത് ശൈത്താനാണ് ഇപ്പോൾ പിടുത്തം. ഓരോ കാലമുണ്ടല്ലോ, മുത്തനബിക്ക് പിടുത്തുള്ള കാലമാണ്. ഖൈറുൽ ഖുറൂനി ഖർനി. അന്ന് മോശപ്പെട്ടവരുണ്ടായില്ലേ? ഉണ്ടാവും, പക്ഷെ അവർ നല്ലവരായി നടിക്കും. ഇന്ന് നല്ലവരുണ്ടാവും. അവർ فهب لي توبة فاغفر ذنوبي فإنك غافر ذنب العظيم. നന്മയുടെ സമയവും തിന്മയുടെ സമയവും ഒന്നല്ല. നന്മയുടെ സമയം തിന്മയുടെ സമയം ഒന്നല്ലാത്തതുപോലെ നന്മയുടെ സ്ഥലവും തിന്മയുടെ സ്ഥലവും ഒന്നല്ലാത്തതുപോലെ നന്മയുടെ സമയവും തിന്മയുടെ സമയവും ഒന്നല്ല. ഇതിനാണ് തിരിച്ചറിവ് എന്ന് പറയുന്നത്. ഈ തിരിച്ചറിവ് മനുഷ്യർക്ക് നഷ്ടപ്പെടും. അതിനാണ് ദുഹാൻ എന്ന് പറയുന്നത്. പള്ളി നന്മക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. في بيوت أذن الله أن ترفع ويذكر فيها اسمه يسبح له فيها بالغدو والآصال رجال لا تلهيهم تجارة ولا بيع عن ذكر الله. തലക്ക് കൊടുക്കണം. തലക്ക് നിങ്ങൾ സ്വയം തലക്ക് കൊടുക്കണം. പള്ളി എന്തിനുണ്ടാക്കിയതാണ്? നല്ലതിനുണ്ടാക്കിയതാണ്. എല്ലാ ത്വഹാർത്തും അവിടെയാണ്. അവിടെ നജസ് ഉണ്ടാകാൻ പാടില്ല. അത് നജസ്സല്ല, ഒരു പൊടി, ഒരു ഡോട്ട്, ഒരു അല്പം നീക്കിയാൽ പോലും അതിന് കൂർത്തി കിട്ടും. എന്തുകൊണ്ട്? അത് നല്ലതിൻ്റെ സ്ഥലമാണ്. അവിടെ ഒരിക്കലും ഒരു പൊടി കിടക്കാൻ പാടില്ല. കക്കൂസ് എന്ന് പറഞ്ഞാൽ കക്കൂസ് പോലെ തെറ്റാണോ തിന്മയാണോ? തിന്മയല്ല, പക്ഷെ അത് നജസിൻ്റെ സ്ഥലമാണ്. അവിടെ നന്മ നിയത്തിൽ പോലും വരാൻ പാടില്ല. നന്മ എന്ന് പറഞ്ഞാൽ മുഅല്ലമായ ഒരു സംഗതിയും മനസ്സിൽ പോലും കൊണ്ടുവരാൻ പാടില്ല. അപ്പോൾ അള്ളാൻ്റെ ഇസ്മിനെ മനസ്സിൽ കൊണ്ടുവരാൻ പാടില്ലാത്ത സ്ഥലമാണ് എൻ്റെ കക്കൂസ്. ഇസ്മു മനസ്സിൽ വരാൻ പാടില്ല. മുത്തുനബിൻ്റെ പേര് മനസ്സിൽ വരാൻ പാടില്ല. ഒരല്പനേരം അള്ളാൻ്റെ നാമവും അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ നാമവും മുഅല്ലമായ നാമങ്ങളൊക്കെ ഒഴിവാക്കേണ്ടി വന്നത് കൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയാൽ ഉടനെ ആദ്യത്തെ ചവിട്ടടി കീറുമ്പോഴത്തിന് ഗുഫ്രാനക്, മാപ്പാക്കണം എന്ന് പറയും. എന്തുകൊണ്ട്? അവിടെ നന്മ നടക്കൂല. മക്കാനിനുള്ള ഇതേ അവസ്ഥ സമാനുണ്ടാവും. അതേപോലെ ഉദാഹരണം, അസ്ർ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ സുന്നത്തില്ല, സുബഹ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ സുന്നത്തില്ല. അവിടെ സമാനിന് പ്രതിരോധം വന്നു. എല്ലാ സമാനും ഒരുപോലെയല്ല. ഇതൊരു ചിന്തക്ക് വേണ്ടി ഞാൻ പറയാണ്. ആഖിർ സമാന് എന്ന് പറഞ്ഞ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ പിശാചിൻ്റെ പിടുത്തം കൂടും, പിശാചിന് പിടിക്കാനുള്ള സാധ്യതകളും കൂടും. നമ്മളെ ചർച്ച എന്താണ്? പിശാചിൻ്റെ വഴികളാണ്. പിശാച് മനുഷ്യനിൽ കയറി വരുന്ന വഴികളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ഒരു കാലത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഇവിടെ പിശാചിന് ശദീദായി നമ്മളെ പിടിക്കാൻ കഴിയും, വളരെ ശക്തമായി പിടിക്കാൻ കഴിയും. നമുക്കാകട്ടെ ളുഅഫ് ബാധിക്കുകയും ചെയ്തു. പിശാചിന്ന് കൊതറാൻ ഇന്ന് സാധ്യത കുറവാണ്. മുത്തുനബിൻ്റെ കാലം അങ്ങനെയല്ല. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന. ഏറ്റവും നല്ല കാലം എൻ്റെ കാലമാണ്. ഏറ്റവും തിന്നാൻ കിട്ടുന്ന കാലമാണോ? അല്ല, ഏറ്റവും തിന്നാൻ കിട്ടാത്ത കാലമാണത്. എന്നിട്ടും അതാണ് നല്ല കാലം. ഏറ്റവും വസ്ത്രം ഇല്ലാത്ത കാലമാണ്, അതാണ് നല്ല കാലം. ഏറ്റവും ഭക്ഷണം കുറവുള്ള കാലമാണ്, അതാണ് നല്ല കാലം.
ഏറ്റവും ചെരുപ്പ് കുറവുള്ള കാലമാണ്, അതാണ് നല്ല കാലം. ഏറ്റവും സൗകര്യങ്ങൾ കുറവുള്ള കാലമാണ്, അതാണ് നല്ല കാലം. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഇപ്പോഴും ഇപ്പം അങ്ങനെയല്ല. ഈ നന്മ തിന്മ കണക്കാക്കൽ നമുക്കുള്ള ഇംകാനിയാത്ത് കൊണ്ടല്ല, പകരം ഈമാൻ്റെ മർഹദാണ് അടിസ്ഥാനം. നമ്മുടെ ഇംകാനിയാത്ത്, നമ്മുടെ സാധ്യതകൾ. ഇപ്പം നമുക്ക് സാധ്യത ഭൗതികമായി കൂടിയ കാലമാണ്. ഏറ്റവും തിന്നാനുള്ള കാലം ഇന്നാണ്. ലോകത്തെ ഏറ്റവും തിന്നാനുള്ള കാലം എന്നാണ് 2026 ഫെബ്രുവരി 6 ശരി. ഇനി ഇന്നത്തെക്കാൾ തിന്നാനുള്ള കാലം എന്നാണ്? 2026 ഫെബ്രുവരി 7. അതിനേക്കാൾ തിന്നാനുള്ള കാലം ഏതാണ്? തിന്നാനും സൗകര്യത്തിനും വിളയാടാനും പറ്റിയ കാലം ഏതാണ്? 2026 ഫെബ്രുവരി 8. അതിനേക്കാളും തിന്നാനുള്ള കാലം എന്നാണ്? 9. അതിനേക്കാളും തിന്നാനും 2027 ജനുവരി 1. ഇംകാനിയാത്തുകൾ കൂടും. ഇങ്ങോട്ട് വരും. ജസദിനെ സുഖിപ്പിക്കുന്ന സൗകര്യങ്ങൾ കൂടും, എന്നാൽ റൂഹ് മരിച്ചു. റൂഹ് ഇങ്ങനെ മരിക്കും. റൂഹ് മരിക്കുമ്പോൾ ആ സമാൻ മോശപ്പെട്ട സമാനായിരിക്കും. ഖൈറുൽ ഖുറൂനി ഖർനി, കാലങ്ങളിൽ നല്ലത് എൻ്റെ കാലം. അപ്പോൾ കാലങ്ങളിലുമുണ്ട് എന്തും. പറ കുട്ടി, ഇല്ലേ കാലമെല്ലാം ഒരുപോലെ എന്ന് നബിക്ക് പറഞ്ഞാൽ പോരെ? ഇതിനൊരു ആശയം കിട്ടുന്നില്ലേ? നല്ല കാലവുമുണ്ട്, ചീത്തകാലവുമുണ്ട്. മനസ്സിലാവണല്ലേ? ഇതൊക്കെ അക്കല് അല്പം അവിടെ ചെലവാക്കിയാൽ മതി. ഖൈറുൽ ഖുറൂനി ഖർനി, കാലമെല്ലാം ഒരുപോലെയാണ്, നിങ്ങളൊക്കെ നന്നായാൽ മതി എന്ന് പറയാൻ, അങ്ങനെയാണ് നബി ഉദ്ദേശിക്കുന്ന ആശയമെങ്കിൽ ഈ വാക്ക് നബി പറയാൻ പാടില്ല. ഖൈറുൽ ഖുറൂനി ഖർനി, കാലങ്ങളിൽ നല്ല കാലം എൻ്റെ കാലം. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അപ്പം ഒരു ആശയം കിട്ടി. നല്ല കാലവുമുണ്ട്, കെട്ട കാലവുമുണ്ട്. കഴുത പെണ്ണിനെ, കഴുതയായ ആണ് മേക്കേറി ലൈംഗിക പൂരണം നടത്തുന്നത് പോലെ ആണും പെണ്ണും നടുറോട്ടിൽ, ഖാരിഅത്തു ത്വരീഖ്, നടുറോട്ടിൽ, നഹാറൻ പകലിൽ, ജിഹാറൻ പരസ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും. ഫയകൂനു അംസലുഹുമുല്ലദീ യഖൂൽ, അക്കാലത്തെ ഏറ്റവും നല്ലവൻ യഖൂൽ, ഇങ്ങനെ പറഞ്ഞാൽ മതിയാകും. ലൗ നഹൈതഹ അനി ത്വരീഖ്, നീ ചെയ്തോ, പക്ഷെ ആ വഴിയിൽ നിന്ന് മാറ്റ്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ലൗ നഹൈതഹ അനി ത്വരീഖ്, ആ വഴിയിൽ നിന്ന് മാറ്റടൂ. ഈ ഖാരിഅത്തു ത്വരീഖിൽ നടുറോട്ടിൽ ചെയ്യല്ലേ. ഫയകൂനു അംസലുഹുമുല്ലദീ യഖൂൽ ലൗ നഹൈതഹ അനി ത്വരീഖ് ഫയകൂനു ഫീഹിം മിസ്ല അബീ ബക്രിൻ വഉമറ. ഫയകൂനു, അങ്ങനെ ഒരാൾക്ക് പറയാനായാൽ, അതിൻ്റെ പറയാനുള്ള ധാർമ്മികമായ ഒരു അവകാശം, അർഹത ഒരു വ്യക്തിക്ക് ആ കാലത്തുണ്ടെങ്കിൽ, ഫയകൂനു ഫീഹിം, ആ വ്യക്തി ആ ജനതയിൽ മിസ്ല അബീ ബക്രിൻ, ആരെപ്പോലെയായിരിക്കും? ഈ അബൂബക്കറും ഉമർ, അബൂബക്കർ ഉമർ കൂടി അത്രയായിരിക്കും. ഒറ്റക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹുമ എത്രയായിരിക്കും അവരുടെ സ്ഥാനം? ഫയകൂനു ഫീഹിം മിസ്ല അബീ ബക്രി ഉമർ എന്ന് പുണ്യ റസൂൽ. അന്ന് എന്ത് പറഞ്ഞാൽ മതി? ഓ വഴിയിൽ നിന്ന് മാറ്റിടും. മനുഷ്യന്മാർ നടക്കല്ലേ. ലൗ നഹൈതഹ അനി ത്വരീഖ്, ചിന്തിക്ക്. ഈ മജ്‌ലിസിൽ ഒരാളുണ്ട്, ഇവിടെയുണ്ട് ഒരാൾ. അയാൾ എന്നോട് പറഞ്ഞത്, എനിക്ക് വലിയൊരു ജോലി ഇന്നാലിന്ന മാളിലുണ്ടായിരുന്നു, മുന്നോട്ടിറങ്ങിയാലും പിന്നോട്ടിറങ്ങിയാലും വ്യഭിചാരം കാണണം, അങ്ങനെ ഞാൻ ഒഴിവാക്കി. ഈ കൂട്ടത്തിൽ ആളിരിക്കുന്നുണ്ട്, കാണാൻ കഴിയാത്തോണ്ട് ഞാൻ ഒഴിവാക്കി. എന്നോട് പറഞ്ഞാൽ ഇവിടെ ഉണ്ട്. എനിക്ക് നല്ലൊരു ജോലി, നല്ല സാധ്യതകളുള്ള ജോലി, നല്ല
ആരെ മുന്നിൽ അഭിമാനമുള്ള അതിൻ്റെ പേരിൽ കുടുംബം എന്നെ കുറ്റപ്പെടുത്തി, അത്ര നല്ലൊരു ജോലി ഒഴിവാക്കി. നിങ്ങൾക്ക് ആളെ കാണണമെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞാൽ മതി, ആളെ കാണിച്ചു തരാം. നിങ്ങൾ പറയും ആളെ ഞങ്ങൾക്കൊന്ന് കാണണം, പറഞ്ഞോളി, ഇപ്പോൾ കാണിച്ചു തരാം. നീ നാളെ പിറ്റേന്ന് വെറുതെ ഉസ്താദ് വിട്ടാന്ന് പറയണ്ട, രണ്ടാൾ പറഞ്ഞാൽ മതി ആളെ ഒന്ന് കാണണമെന്ന്. ഇവിടെ ഉണ്ട്, സത്യമല്ലേ? എണീറ്റ് അതോനാണ്, ഓനാണ്. കാണാൻ കഴിയൂല, ഈമാൻ നഷ്ടപ്പെട്ടു പോകും. ആണാണ്, പിടിച്ചിക്കണതിനൊരു പരിധിയുണ്ട്. അതിൻ്റെ പേരിൽ കുടുംബം കുറ്റപ്പെടുത്തി പറഞ്ഞല്ലേ, അതും ശരിയല്ലേ? എല്ലാവരും ചീത്തറണം. ഇത്ര നല്ലൊരു ജോലി എന്തിനു ഒഴിവാക്കി? വ്യഭിചാരം കാണാൻ കഴിയാഴ്ച. എവിടെയാണ് ആ ആള്? കോഴിക്കോട്ട്. എല്ലാവരും ചീത്തറഞ്ഞു. ഇത്ര നല്ലൊരു ജോലി എന്തിനു ഒഴിവാക്കി? ഞാൻ പുറത്ത് പറയല്ലോ, ആളെ നിർത്തിയല്ലേ പറഞ്ഞു. ഞങ്ങൾ ഇന്ന് പറയട്ടോ, അപ്പം ജഡീച്ചിക്കൊണ്ട് ഞങ്ങൾ തമ്മിൽ ഒരു എഗ്രിമെൻറ്റും ഇല്ല. ഉള്ളതുകൊണ്ട് ഞാൻ പോനെ കാണിച്ചെന്നാ. ഇപ്പം എന്തായാലും ഇതൊക്കെ എന്നോ ആ ജോലി ഒഴിവാക്കിയിട്ട് 3-4 എത്ര അല്ലേ മോനെ? 3 അല്ലേ? ആ ജോലി ഒഴിവാക്കിയിട്ട് 3 അല്ലേ? വ്യഭിചാരം പരസ്യമായി കാണാൻ കഴിയാത്തതുകൊണ്ട് ജോലി ഒഴിവാക്കി. എന്നോട് പറഞ്ഞു ഏത് വഴിക്കിറങ്ങുകയാണെങ്കിൽ വ്യഭിചാരമാണ്. പിന്നെ കഴിയൂല, ഞാനവിടെ ഒഴിവാക്കി. നമ്മൾ മാറിപ്പോകാന്നല്ലാതെ ഓലെ പണി നിർത്തൂല. ആ ജോലി ഒഴിവാക്കിയിട്ട് 3 കൊല്ലമായി. എന്നിട്ട് എന്തൊക്കെ ഉണ്ടായി? പിന്നെ എത്ര കഴിഞ്ഞു? ഇപ്പോൾ ഒരു സെക്കൻഡ് കൊണ്ടാണ് പറക്കണ കാലം തിന്മയിലേക്ക്. അല്ലാഹു കാക്കട്ടെ. അപ്പോൾ വളരെ ചിന്തിക്കണം, പല കൊടുത്ത് ചിന്തിക്കണം. എല്ലാം ഒരുപോലെ എന്ന് വിചാരിക്കണ്ട. മുഹ്മാഫി മാത്രമാണ് എല്ലാം ഒരുപോലെ എന്ന് വിചാരിക്കുക. വിഡ്ഢികൾ. ഇപ്പോൾ മുസ്ലിമീങ്ങളും മുസ്ലിം നേതാക്കന്മാരും വിചാരിക്കണം ഞങ്ങൾക്ക് നല്ല കാലം പിറന്നു എന്ന്. വിഡ്ഢികളെ, നിങ്ങൾ വിഡ്ഢികളാണ്. ഭൂലോക വിഡ്ഢികളാണ് ഇന്ന് മുസ്ലിമീങ്ങൾ. മുസ്ലിം നേതാക്കന്മാരുടെ വിഡ്ഢിത്താണ് മുസ്ലിമീങ്ങൾ വിഡ്ഢിത്തരം. എന്താണോ വിചാരിക്കുന്നത് നമുക്ക് നല്ല കാലം പിറന്നു എന്ന്? ഒരിക്കലും അല്ല. നിങ്ങൾക്ക് ബോധ്യപ്പെടും ഞാൻ ഈ പറഞ്ഞ സത്യമാണ്. ഇപ്പോൾ മുന്നോട്ട് ചാടേണ്ട കാലമല്ല, പിന്നോട്ട് മാറേണ്ട കാലമാണ്. കാരണം ദുഹാനാണ്. ദുഹാനിൽ ഒന്നും നടക്കൂല. എന്നാൽ ഈ ദുഹാനിലും പ്രവർത്തിക്കുന്ന കണ്ണുണ്ട്. ഫ്രോഗ് ലൈറ്റ് എന്ന് പറഞ്ഞ ലൈറ്റ് ഉണ്ട് അല്ലേ? പറയാം, വണ്ടിക്കുണ്ടല്ലോ അങ്ങനെ ലൈറ്റ്. എന്തായാലും പറയാം, അങ്ങനെ തന്നെയല്ലേ? ഞാൻ പറഞ്ഞു തെറ്റിയോ? ഫ്രോഗ് ലൈറ്റ് എന്നാണ് ലൈറ്റ് ഉണ്ട് വണ്ടിക്ക്. അതോ ഉണ്ടെങ്കിലോ? ഞാൻ സ്ഥിരമായി ആഴ്ചയിൽ പിന്നെ തമിഴ്നാട്ടിൽ ക്ലാസ്സുള്ളൊരു കാലം ഉണ്ടായിട്ടുണ്ട്. ആഴ്ച 2 ആഴ്ച സ്ഥിരം, ചിലപ്പോൾ ആഴ്ചയിലുണ്ടാവും. ആ ക്ലാസ്സുള്ള കാലത്ത് എന്ത് ചെയ്യും? വണ്ടിക്ക് ഫ്രോഗ് ലൈറ്റ് വെക്കും. എന്തുകൊണ്ട്? ഒരു 8 മണി 9 മണിയായ കോടമഞ്ഞിറങ്ങും. പോകാൻ കഴിയില്ല. ഗൂഡല്ലൂർ, പിന്നെ എന്താ പറയുക, ദേവർശോല, ഗൂഡല്ലൂർ, ദേവാല, അവിടെയൊക്കെ നമ്മൾക്ക് സ്ഥിരം ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രി നമ്മളെ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് വരുമ്പോഴത്തേന് 11 മണി 12 മണി കോട്ടമഞ്ഞ്. അതായത് മുന്നിൽ ആന കണ്ട നിന്നാൽ അറിയില്ല. ഫ്രോഗ് ലൈറ്റ് വെച്ചാൽ മതി. ഫ്രോഗ് ലൈറ്റിന് ഏത് മനസ്സിലായി എത്ര കട്ടിയുള്ള മിസ്റ്റാണെങ്കിലും അതിനെ കീറി മുറിച്ച് പോകാൻ ഇതിന് കഴിയും. അങ്ങനത്തെ ഒരു കണ്ണുണ്ട്. ആ കണ്ണ് നമുക്കില്ല. അതാണ് മഹദി. പറ, അതാണ് ഇമാം മഹദി. അത് ഫ്രോഗ് ലൈറ്റാണ്. അട്ടിച്ചു പോകും. അത് വന്നാൽ പിന്നെ മഞ്ഞ് പ്രശ്നമല്ല, പിന്നെ ദുഹാൻ പ്രശ്നമല്ല. എനിക്ക് ഭ്രാന്താണെന്ന് നിങ്ങൾ പറയുന്നതിൽ എനിക്കൊരു വിഷമമില്ല. പക്ഷെ 10 കൊല്ലം കഴിഞ്ഞിട്ട് ഇയാളാ പറഞ്ഞത് ശരിയായിരുന്നു എന്ന് പറയേണ്ടി വന്നാൽ ഖേദിക്കണം. അതിൽ പിന്നെ നഷ്ടമാണ്, പിന്നെ തിരിച്ചെടുക്കാൻ കഴിയില്ല. ഇപ്പം ഇയാൾ ഈ പറഞ്ഞത് ഒരു ഭ്രാന്താണ് എന്ന് പറഞ്ഞോളി, എനിക്ക് ഒരു വിരോധമല്ല. എന്തുകൊണ്ട്? ഞാൻ കാലത്തിനപ്പുറം സഞ്ചരിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഇത് ശൈത്താൻ്റെ കാലമാണ്. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ഇത് ഷെയ്ത്താനാണ് ഇപ്പം പിടുത്തം.
ഓരോ കാലുണ്ടല്ലോ, മുത്തനബിക്ക് പിടുത്തുള്ള കാലാണ്. ഖൈറുൽ ഖുറൂനി ഖർനി. അന്ന് മോശപ്പെട്ടവരുണ്ടായില്ലേ, ഉണ്ടാവും, പക്ഷെ അവർ നല്ലവരായി നടിക്കും. ഇന്ന് നല്ലവരുണ്ടാവും, അവർ മോശപ്പെട്ടവരായി നടിക്കും. അത് റസൂൽ പറഞ്ഞു. മനസ്സിലായില്ല? ഹബീബായ നബി എന്ത് പറഞ്ഞു? ഹബീബായ നബി പറഞ്ഞു ഫയകൂനുൽ മുഅ്മിനു മിസ്ലൽ മുനാഫിഖ്. അക്കാലത്ത് മുഅ്മിനീങ്ങൾ യഖ്തഫി, ഒളിച്ച് നടക്കും. ആരെപ്പോലെ നടക്കും? മുഅ്മിനീങ്ങൾ ഉണ്ടാവില്ല, കാലത്ത് ഉണ്ടാവും. പക്ഷെ അവരെങ്ങനെ നടക്കും? മുനാഫിഖിനെ പോലെ നടക്കും. കാരണം മുഅ്മിനെ പോലെ നടന്നാൽ ജീവിക്കാൻ കഴിയില്ല. മനസ്സിലായില്ലേ? ചിന്തിക്ക്. മുഅ്മിനീങ്ങളായി നടക്കും. മുഅ്മിനീങ്ങളാവും, പക്ഷെ മുനാഫിഖായി നടക്കും. ആര് കണ്ടാലും പറയും ആരാണ് മുനാഫിഖ, പക്ഷെ അവനാരായിരിക്കും? മുഅ്മിനായിരിക്കും. കാരണം അതേ സമയത്തിന് ഖൈറുൽ ഖുറൂനിൽ മുനാഫിഖ് എങ്ങനെ നടക്കും? പറ. മുനാഫിഖ് അക്കാലത്ത് എങ്ങനെ നടക്കും? മുഅ്മിനായി നടക്കും. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് അലൻ നബി സല്ലല്ലാഹു അലൈഹി. മുനാഫിഖീങ്ങളെ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞു കൊടുത്ത ചില സ്വഹാബികളുണ്ടായിരുന്നു. അപ്പോൾ ചില വ്യക്തികൾ മരിച്ചാൽ ചില നല്ല മനുഷ്യന്മാർ മയ്യിത്ത് നിസ്കാരത്തിൽ ഇവർ പങ്കെടുക്കുന്നുണ്ടോ നോക്കും, എന്നാലേ പോകുള്ളൂ. തിരിഞ്ഞില്ല, ഭയങ്കര വിളവ്. അതായത് ഇന്നോനും ഒക്കെ മുനാഫിഖാണ് എന്ന് റസൂലുള്ള പറഞ്ഞു കൊടുത്ത സ്വഹാബികളുണ്ട്. അപ്പം ഈ സ്വഹാബികളാണ് ഈ രഹസ്യം അറിയണവരാണെന്ന് അവർ പറയും. അവർ പറയില്ല, പക്ഷെ ആരൊക്കെ മുനാഫിഖാന്ന് നബി ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് പറയും. മനസ്സിലായില്ലേ? അപ്പം ഒരു വ്യക്തി മരിച്ചു എന്ന് കേട്ടാൽ നല്ല സ്വാധീനങ്ങളായ വലിയ ഉഷാറുള്ള ചില ആളുകൾ, ഇതറിയുന്ന ആളുകൾ, സാധുക്കളും ഉണ്ടാവും, ഇടനിലക്കാരുണ്ടാവും. ഇടനിലക്കാർ എന്ന് പറഞ്ഞാൽ മുന്നിലുള്ളവരെ ശരിക്കും അറിയും, ഒരു ഇന്നാലൊക്കെ അറിയും. അപ്പം അവർക്കറിയില്ല, അവരോട്ടോട്ട് പറയില്ല. എന്തുകൊണ്ട്? ചിലപ്പോൾ അവരെത്തി രഹസ്യം പുറത്തു പോകും. പക്ഷെ അവരെന്ത് ചെയ്യുന്നറിയാം? ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ ഒളിഞ്ഞു മാറി ഇങ്ങനെ വെക്കും. ഇപ്പം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പെട്ട ഒരാളാണ്. അദ്ദേഹം പങ്കെടുക്കുന്നുണ്ടെങ്കിലേ ചില സ്വഹാബികൾ പങ്കെടുക്കുള്ളൂ. മനസ്സിലായില്ലേ? എന്തുകൊണ്ട്? സിദ്ദീഖുൽ അക്ബർ ഒളിഞ്ഞു മാറിയിട്ടാണോ? പോവില്ല. എന്തുകൊണ്ട്? മുനാഫിഖായിരിക്കും. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അപ്പൊ അക്കാലത്ത് എന്തേ ഇപ്പൊ ഇങ്ങനെയായത്? മുനാഫിഖാന്ന് നബിക്കാൻ പറഞ്ഞാൽ പോരെ? അത് പറയില്ല. അതേ സമയത്തോ ആർക്കും അവനെ തിരിച്ചറിയില്ല. എന്തുകൊണ്ട്? ഓൻ ആരായിട്ട് നടക്കണത്? മുഅ്മിനായിട്ട്. ഇനി ഒരു കാലം വരും. എന്തുകൊണ്ട്? ഇത് നല്ല കാലമാണ്. നല്ല കാലത്തിന് കെട്ടോനെ നല്ലവനായി നടക്കേണ്ടി വരും. ഇങ്ങനെ കാലം വരും, അത് കെട്ട കാലാണ്. അപ്പൊ നല്ലോനും കെട്ടവനായി നടക്കേണ്ടി വരും. എന്തേ? അത് ശൈത്താന് പിടുത്തുള്ള കാലാണ്. മനസ്സിലാവണില്ലേ കുട്ടികളെ? തല വലുതാക്ക്, എന്നിട്ട് ചിന്തിക്ക്. വളരെ ചിന്തിക്കണം ഈ പറഞ്ഞ വർത്താനം. ശൈത്താന് സാധ്യതകളുള്ള ഒരു കാലം. ഒന്നും ചെയ്യാൻ കഴിയില്ല. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നേരായി ചിന്തിക്കണം. തല കുറഞ്ഞ് ചിന്തിക്കണം. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് ഹഖ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു. വളരെ ചിന്തിക്കണം, തല കൊടുത്ത് ചിന്തിക്കണം. അപ്പൊ ഈ ഒരു കാലത്തെ നമ്മൾ മനസ്സിലാക്കുക, ഇത് ശൈത്താന് വലിയ സാധ്യതകളാണ്. ഏത് കാര്യം അതിൻ്റെ അവസാനം വെച്ചാൽ തീരുമാനിക്കുക. ഇത് അവസാനമാണ്. അപ്പം എന്ത് ചെയ്യണം? നമ്മൾ വളരെ ചിന്തിക്കണം. നമ്മൾ പിശാചിൻ്റെ വഴികളെപ്പറ്റി ചിന്തിക്കണം.
പിശാച് ഞാൻ കഴിഞ്ഞ ആഴ്ച ഞങ്ങളോട് പറഞ്ഞു, തിന്മയിൽ കയറുന്നതിനേക്കാൾ നന്മയിൽ കയറും, അടിച്ചു കയറും. അത് ഒരിക്കലും രക്ഷപ്പെടാൻ വയ്ക്കൂല. നമ്മൾ വിചാരിക്കും സുഹൃത്ത് ഏതായത് തുടക്കം മുതൽ എടുക്ക്. ഒരാൾ മുസാബ് എടുക്ക്, പെട്ടെന്ന് എടുക്ക്, ഒരാളെടുക്ക്, വേഗം എടുക്ക്. ലാസ്റ്റാണ് അൽക്കഫ്, ലാസ്റ്റ് എടുക്കേ. ويحسبون أنهم يحسنون صنعا. അൽക്കഫ് ഭയങ്കരമായിട്ടാ. അത് ചിന്തിച്ചാൽ മതി. വേഗം എടുക്ക് മുസാഫി, വേഗം എടുക്ക്. എത്രാമത്തെ ആയത്താ മോനെ? 105 110 ഉള്ളൂ. ലാസ്റ്റ് 110 അൽക്കഫിലുള്ളൂ. 105 ആയത്താ. قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا ويحسبون أنهم يحسنون صنعا. 103 104 105 അല്ല, 103 104 എഴുതി വെക്കണേ. 103 104. قل هل ننبئكم بالأخسرين أعمالا الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا أولئك الذين كفروا بآيات ربهم ولقائه فحبطت أعمالهم فلا نقيم لهم يوم القيامة وزنا. അല്ലാഹ് എന്തായി പറഞ്ഞ വർത്താനം. കുൽ നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഹൽ നുനബ്ബിയുക്കും നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ ബിൽ അഖ്സരീന അമാലൻ അമലുകളിൽ ഏറ്റവും നഷ്ടം പറ്റിയവരെ കുറിച്ച്. അമലുകളിൽ അവർക്ക് വമ്പൻ നഷ്ടം പറ്റി. അല്ലദീന എങ്ങനത്തോളം നഷ്ടം പറ്റിയെന്നറിയോ? സഅയുഹും അവരുടെ കർമ്മങ്ങൾ പാഴായി ഫിൽ ഹയാത്തിദ് ദുനിയാ ഐഹിക ജീവിതത്തിൽ തന്നെ. വഹും അവരാകട്ടെ യഹ്സബൂന വിചാരിക്കുന്നത് അന്നഹും തീർച്ചയായും അവർ യുഹ്സിനൂന സുന്നാ ഏറ്റവും നല്ലതാണ് ഈ ചെയ്യുന്നത് എന്നാണ് അവർ വിചാരിക്കുന്നത്. അവർ ചെയ്യുന്നത് ഏറ്റവും നല്ലതെന്നാണ് വിചാരിക്കുന്നത്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കണ്ണിൽ കണ്ടിട്ടും അവർ നിഷേധിച്ചു. വഹബിതത് അഅമാലുഹും അവരുടെ അമലുകൾ ദുനിയാവിൽ തകർന്നുപോയി. ഫലാ നുഖീമു ലഹും അവർക്ക് ഞാൻ നിർത്തുകയില്ല യൗമൽ ഖിയാമ അന്ത്യനാളിൽ വസ്ന ഒരു തൂക്കം തന്നെ നിർത്തുകയില്ല. അതായത് ഒരു അമലിൽ എവിടെ തന്നെ കയറ്റൂല. ഒരു അമൽ എവിടെ കയറ്റൂല? മീസാൻ തന്നെ കയറ്റൂല. ഈ റബ്ബർ വിൽക്കാൻ കൊണ്ടുപോയ ആളുകൾക്കറിയാം. നമ്മളൊക്കെ റബ്ബർ കർഷകരാണ്. അതാ ഇബ്രാഹിം റബ്ബർ കർഷകനാണ്. ഞങ്ങളൊക്കെ റബ്ബർ കർഷകരാണ്. റബ്ബർ വിൽക്കാൻ കൊണ്ടുപോയവർക്കറിയാം എന്ത് ലാട്ടിൻ സീറ്റാന്ന് കണ്ടാൽ റാട്ടമൊക്കെ നോക്കൂല. അതായത് പുക അടിക്കുന്നിടത്ത് ചീത്ത വരിക. അതെന്താണ്? കൂട്ടിൽ റബ്ബർ പാൽ ഒഴിച്ചാൽ കൂട്ടിൽ വ്യത്യാസം വരും. അങ്ങനെയും വരും. റബ്ബർ പാൽ ഒഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടിൽ ആസിഡ് ഒഴിച്ചിട്ട് കൂട്ടിൽ വ്യത്യാസം വരും. ആ കൂട്ടിൽ വ്യത്യാസം വരുമ്പോൾ ഈ സീറ്റിന് മൊത്തം പുക ഒരുപോലെ അടിക്കാൻ കഴിയില്ല. അപ്പോൾ കണ്ടാവും. അതായത് ഒരു സ്ഥലത്ത് കറുപ്പാണെങ്കിൽ ഒരു സ്ഥലത്ത് മഞ്ഞയും. അത് റാട്ടമ്മ കയറ്റൂല, മാറ്റിടും. എന്താ റാട്ടമ്മക്ക് കയറ്റൂല? ഫലാ നുഖീമു ലഹും അവർക്ക് നാം നിർത്തുകയില്ല യൗമൽ ഖിയാമ അന്ത്യനാളിൽ വസ്നൻ ഒരു തൂക്കം തന്നെ നിർത്തൂല. അതായത് അവരെ അമൽ എവിടേക്ക് കയറ്റൂല? മിസാൻ കയറ്റൂല. അവരെ അമൽ പൊളിഞ്ഞിട്ടുണ്ട്. ഓഹും നേരത്തെ എന്താ പറഞ്ഞു? ഓഹും അവരാകട്ടെ യഹ്സബൂന വിചാരിക്കുന്നത് അന്നഹും തീർച്ചയായും അവർ യുഹ്സിനൂന നന്നാക്കുന്നവരാണ് സുൻഅൻ കർമ്മത്തെ പരമാവധി നന്നാക്കി ചെയ്തവരാണ് അവർ വിചാരിക്കുന്നത്. ഉലൈക ലക കഫറു ബി ആയാതി റബ്ബിഹിം വലിഖാഇഹി
വഹബതത് അഅമാലുഹും ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്ന. ഹസ്ബി റബ്ബി ജൽ തല പൊളിക്കണം, തല പൊളിഞ്ഞ് ചിന്തിക്കണം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാ നല്ലതും നല്ലതല്ല, എല്ലാ ചീത്തയും ചീത്തയല്ല. ഒരുത്തൻ മോശപ്പെട്ട് നടക്കുന്നുണ്ടാവും, പക്ഷെ മുഅ്മിനായിരിക്കും. ഒരുത്തൻ മാനായ ആൾക്കുണ്ടാവും, ഓൻ കാഫിറായിരിക്കും. ഉലൈകല്ലദീന കഫറു, ഉലൈകല്ലദീന കഫറു. ആരെപ്പറ്റി അവിടെ ഉലൈകല്ലദീന കഫറു? അവർ കാഫിറുകളാന്ന് പറഞ്ഞത് അള്ളാഹു മനസ്സിലായില്ല. അള്ളാഹിൻ്റെ ആയാത്ത് കൊണ്ടെങ്കിലും അവർ കാഫിറായിട്ടുണ്ട്. ഇവരെ കാഫിർ എന്ന് പറഞ്ഞത് ആരെ പറ്റിയാ? പറ മോനെ, ആരെ പറ്റിയാ? ഏറ്റവും നല്ല പ്രവർത്തനം ചെയ്യുന്നവരെ പറ്റി. അല്ലെങ്കിൽ കാഫിർ എന്ന് പോലും പറയില്ലല്ലോ. എന്തേ ഒരു ഫാസിഖ് എന്ന് പറഞ്ഞ പോലെ ഇവിടെ അള്ളാഹ് എന്താ പറഞ്ഞേ? ഉലൈകല്ലദീന കഫറു, അവർ കാഫിറുകളാണ്. ബിആയാത്തി റബ്ബിഹിം വലിഖാഇഹി. ഏറ്റവും വലിയ പണി ഇവിടെ അല്ലട ചങ്ങായി. ഏറ്റവും വലിയ പണി ഇവിടെയാണ്. ഇവിടെയാണ് പണി നടക്കേണ്ടത്. ഇവിടെ അല്ല, ഇവിടെ ആർക്കും പണി നടത്താം. ഇവിടെ അല്ല, ഇവിടെ പണിയാണ്. فلا نقيم لهم يوم القيامة وزنا. ചിന്തിക്ക്, അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിക്കണം, ചിന്തിക്കണം. വലിയ ഇങ്ങോട്ട് വലിയ ചാടരുത്. അങ്ങനെ ഒരു കാലം വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്യും? മൻകാനത ലഹു അർദുൻ ഫൽയൽഹഖ് ബി അർദിഹി. അവന് ഭൂമി ഉണ്ടെങ്കിൽ കൃഷിയിൽ ഏർപ്പെടുക. വമൻകാനത ലഹു ഇബ്ലുൻ ഫൽയൽഹഖ് ബി ഇബ്ലിഹി. ഒട്ടകമുണ്ടെങ്കിൽ ഒട്ടകത്തിന് മേച്ച് ജീവിക്കുക. മുന്നിക്കാടണ്ട. മുന്നക്കിയാടിയാലോ നശിക്കും. നിങ്ങൾക്ക് നേരുകേടും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഞങ്ങൾ വലിയ കൂട്ടരല്ല, അനക്കല്ലേ തോന്നിയത് എനിക്ക് ഇജു വലിയ കൂട്ടനാണ്. ഇജു ഒന്നുമല്ല. ഇത് അള്ളാഹു വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരാളുണ്ട്. ആ ആൾ വന്നാൽ ഒക്കെ തിരിയും. അത് പ്രോഗലൈറ്റാണ്, അത് തിരിയും. അതുവരെ തിരിയില്ല. വളരെ വളരെ ചിന്തിച്ചോളി. യൂറോപ്പിൻ്റെ എല്ലാ നന്മയും തിന്മയാണ്. ഞാൻ എത്ര കാലങ്ങളോട് പറഞ്ഞു, വീണ്ടും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഞാൻ വിശദീകരിക്കണില്ല, വിശദീകരിക്കാൻ സമയമായിട്ടില്ല. യൂറോപ്പിൻ്റെ എല്ലാ നന്മയും തിന്മയാണ്. യൂറോപ്പിൽ നന്മയില്ല, ഒരിക്കലും ഇല്ല, ഇമ്പോസിബിളാണ്. ചിന്തിക്കണം, മനുഷ്യൻ ചിന്തിക്കണം. റൈസ് ഓഫ് ഇറ്റ് വെസ്റ്റേണിസം എന്നത് ഈ സമയമാണ്. ഇത് പടിഞ്ഞാറിൻ്റെ ഉയർച്ചയാണ്. പടിഞ്ഞാറിൻ്റെ സൂര്യൻ ഉദിച്ചിട്ട് 500 കൊല്ലായി. പടിഞ്ഞാറ് സൂര്യൻ ഉദിച്ചിട്ട് 500 കൊല്ലായി. ഇങ്ങനെ പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കൽ ഉണ്ടാവില്ലാന്നല്ല. പക്ഷെ പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കൽ 2 നിലക്കാണ്. ഒരു നിലക്ക് പടിഞ്ഞാറ് സൂര്യൻ ഉദിച്ചിട്ട് 500 കൊല്ലായി. 500 കൊല്ലായി പടിഞ്ഞാറ് സൂര്യൻ ഉദിച്ചിട്ട്. ഈ പടിഞ്ഞാറിൻ്റെ സൂര്യൻ നട്ടുച്ച നേരത്തെത്തിയ കാലമാണ്. അപ്പം എന്താ ദുഹാനാണ്, ഒന്നും കഴിയില്ല. പുറകോട്ട് പോവുക. ചിന്തിക്കണം. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. ഞാൻ ശൈത്താൻ്റെ മജാരിയാണല്ലോ പറയുന്നത്, അതുകൊണ്ട് അത് പറഞ്ഞു കേട്ടോ. ഉദാഹരണം, പെൺകുട്ടികൾക്ക് ഒരു പെൺകുട്ടി നേരം വൈകിക്കാൻ പറ്റാത്തൊരു കാര്യം, നേരം വൈകിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ. 1, ഭക്ഷണം ഹാജരായാൽ തിന്നാൻ നേരം വൈകിക്കരുത്. ഇഖാമത്ത് കൊടുത്താൽ നിസ്കരിക്കാൻ നേരം വൈകിക്കരുത്. ഒരു പെണ്ണിന് പ്രായപൂർത്തി ഒരു പുതിയാപ്പള വന്നാൽ കെട്ടിക്കാൻ നേരം വൈകിക്കരുത്. നേരം വൈകിക്കാൻ പറ്റാത്ത 3 കാര്യം. 1 ഭക്ഷണം എത്തിയാൽ കഴിക്കാൻ നേരം വയ്ക്കരുത്. ഭക്ഷണം അവിടെ അങ്ങനെ നിരത്തിയിട്ടുണ്ട് സുപ്രയിൽ. നമ്മൾ ഇങ്ങനെ വർത്താനം പറഞ്ഞു പറ്റില്ല, അത് വേഗം കഴിക്കണം. ഭക്ഷണം എത്തിയാൽ കഴിക്കാൻ നേരം വയ്ക്കരുത്. പിന്നെ ഇഖാമത്ത് കൊടുത്ത് ബാങ്ക് കൊടുത്താലല്ല, ഇഖാമത്ത് കൊടുത്താൽ പിന്നെ ഇഖാമത്ത് ഖദ്ഖാമത്തി സ്വലാന്ന് പറയുമ്പോഴത്തിന് കയറിക്കണം. ഹനഫികൾക്ക് അതൊക്കെ കർശന. ഹനഫികൾ ഇമാമ് മെഹ്റാബ് കയറുമ്പോഴാണ് ഇഖാമത്ത് കൊടുക്കുക. ഖദ്ഖാമത്തി സ്വലാ എന്ന് പറയുമ്പോൾ ഇമാം എവിടെ ഉണ്ടാവും? മെഹ്റാബിലുണ്ടാവും. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഇതാണ് ഹനഫി ശൈലി. പിന്നെയോ, ഒരു പെൺകുട്ടിക്ക് കുഫുവത്ത ഒരു പുതിയാപ്പള വന്നാൽ കെട്ടിക്കാൻ നേരം വൈകരുത്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഇതിനെതിരെ ചെയ്താൽ നാശം വരും. അതിൽ ഏറ്റവും നാശം വരും എന്താ? ഭക്ഷണം നാശാവും.
ഇഖാമത്ത് പിന്നെയും കൊടുക്കേണ്ടി വരും. എന്നെ മലക്കുകൾ തയ്യാറായി നിന്നിട്ട് നിങ്ങൾ പുറകോട്ട് പോയാൽ ആ റെക്കോർഡിൽ കയറില്ല, മലക്കുകൾ ദേഷ്യപ്പെടും. എന്ന് പറഞ്ഞാൽ മലക്കുകൾ ഹാജറാവും. ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അതിന് മലക്കുകൾ ഹാജറാവും. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അതേപോലെ പെൺകുട്ടി ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്നത്തെ പെൺകുട്ടികൾക്ക് വിവാഹത്തിൽ എന്തുകൊണ്ട് ഒറ്റ മറുപടിയാ പെൺകുട്ടികൾക്ക് വിവാഹത്തിൽ താല്പര്യമില്ല. എന്തുകൊണ്ട്? കാലം പിശാചിന്റെ കയ്യിലാണ്. തന്നെ മുത്തുനബിന്റെ കയ്യിലല്ല. മുത്തുനബി ഇന്നത്തെ നബിയല്ല ആണ്. പക്ഷേ കാലം ആരുടെ കയ്യിലാണ്? പിശാചിന്റെ കയ്യിലാണ്. ഇത് പ്രായപൂർത്തിയ ഹൈല് രക്തം വരുന്നതോടുകൂടെ വല്യമ്മ പറയും, ഹൈല് വന്ന് കുളിച്ച് ശുദ്ധിയായാൽ വല്യമ്മ പറയും, ഏട്ടത്തി പറയും, ഉമ്മ പറയും, ഇനി നല്ലൊരു പുതിയാപ്പള്ളിനെ കിട്ടാൻ ദ്വായർക്ക്. അപ്പോൾ കുട്ടികൾ 5 വക്കത്തിനും ദ്വായർക്കും, പടച്ചോനെ നല്ലൊരു പുതിയാപ്പള്ളിനെ കിട്ടണേ. ഇത് 9-ാം വയസ്സിൽ 10-ാം വയസ്സിൽ ദ്വായ തുടങ്ങും. ആണോ അല്ലേ? അങ്ങനെയല്ലേ? അങ്ങനെയാണല്ലോ പഴയ കാലത്ത്. ഉമ്മ പറയും, വല്യമ്മ പറയും, നമുക്ക് നല്ലൊരു പുതിയാപ്പള്ളിനെ കിട്ടണം മോളെ, എൻ്റെ കുട്ടി ദ്വായർക്കണേ. യാസീൻ ദ്വായർക്കും. ഇഷാമ കരിമ്പിൻ്റെ ഇടയിൽ യാസീൻ ഓടും. അയാളെ മുസ്സലാത്തില്ലു ദ്വായർക്കും. പടച്ചോനെ നല്ല തറവാട്ടിലെത്തണേ, നല്ലോടത്തെത്തണേ പടച്ചോനെ. മനസ്സിലായില്ലേ? ചിന്തയ്ക്ക് 13, 12, 13, 14 വയസ്സ് നമുക്ക് അങ്ങനെ കെട്ടിച്ച് പോകും. ഇപ്പോൾ 18 കർശന ആയിക്കോട്ടെ. പക്ഷേ 18 19 20 21 22 പെണ്ണിന് എന്ത് വേണ്ട? പെണ്ണിന് എന്ത് വേണ്ട? വിവാഹം വേണ്ട. എന്നാൽ പെണ്ണുങ്ങൾക്ക് വികാരം ഇല്ലാതായോ? അതില്ല. വികാരം പണ്ടത്തെക്കാൾ കൂടുതലാണ്. എന്തുകൊണ്ട്? വികാരമുണ്ടാക്കുന്ന ഭക്ഷണങ്ങളാണ് കഴിക്കുന്നത്, വികാരം ഉണ്ടാവും. മനസ്സിലായില്ലേ? ചിന്തിക്കും. ഉദാഹരണം, ഒരു മനുഷ്യന് വികാരമുണ്ട്, അതേ സമയത്ത് പെണ്ണിന് ചെലവെടുക്കാൻ കഴിയില്ല. അപ്പൊ ഹബീബ നബി ആളോട് വന്ന് അലൈഹി ബിസ്സൗം, എന്ത് ചെയ്തോട്ടെ? തീറ്റ നിർത്തട്ടെ. തീറ്റ ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? വികാരം. പറയും കുട്ടികളെ, ഒരു മനുഷ്യനോട് ഹബീബ റസൂലുള്ള ചോദിക്കുക, എനിക്ക് പെണ്ണെട്ടണം നബിയെ. അപ്പ ഹബീബ നബി ചോദിച്ചു, മുസ്തഫ, എനിക്ക് ചെലവിന് കൊടുക്കാൻ കഴിയോ? ലാ യാ റസൂലല്ലാഹ്, കഴിയൂല. പെണ്ണ് കെട്ടാണെങ്കിൽ എന്തിനു കഴിയണം? ചെലവിന് കൊടുക്കാൻ കഴിയണം, അല്ലെങ്കിൽ പെണ്ണിട്ടരുത്. അപ്പൊ എന്നെ പോലത്തോരോ നോമ്പൊറ്റാളാ. അതായത് എന്ത് കുറക്ക്? തീറ്റ കുറക്ക്. തീറ്റ കുറച്ചാൽ വികാരം ഉണ്ടാവില്ല, വികാരം കുറയും. തീറ്റ കൂടിയ കാലം, അപ്പൊ വികാരം കൂടിയ കാലം. വികാരം കൂടിയാലോ? ചിന്തിക്ക്. നമ്മളെ നാട്ടിൽ ഹോട്ടൽ ഉണ്ടെന്നാൽ എവിടെയെങ്കിലും ഉണ്ടാവും. ഒരു അങ്ങാടിയിൽ ഒരു ഹോട്ടൽ ഉണ്ടായെങ്കിൽ ഉണ്ടാവും, പിന്നെ ഉണ്ടാവില്ല. പിന്നെ ചായമക്കാനി ഉണ്ടാവും. ചായമക്കാനിൽ ചായയും ബെന്നും ഉണ്ടാവും. പിന്നെ ആർക്കും തിന്നാൻ പറ്റാത്ത കുറച്ച് ഔലും ഉണ്ടാവും. അത് നമ്മളെ കുട്ടിക്കാലത്ത്. ഇപ്പം ചായമക്കാനി ഇല്ല, ബെന്നുമില്ല. ബെന്നൊക്കെ കിട്ടണമെങ്കിൽ എത്ര പോകണം. ബെന്ന് കിട്ടാനില്ല, ഔല് കിട്ടാനില്ല. എന്താ ഉള്ളത്? ചായമക്കാനി അല്ല, പിന്നെന്താ ഉള്ളത്? പിന്നെന്താ? ഇപ്പോഴത്തെ ഹോട്ടലിൻ്റെ പേരെന്താ? തട്ടുകട. അങ്ങനെ ഓരോ അപ്പത്തിൻ്റെ പേര്, ഓരോ സാധനത്തിൻ്റെ പേര്. തട്ടിൽ ദോശ, കൂട്ടിൽ ദോശ, അങ്ങനെയൊക്കെ പറയും. ഓരോന്നിനും ഓരോ. പക്ഷെ പുതിയ ഭക്ഷണങ്ങൾ. ഭക്ഷണം എന്ന് പറഞ്ഞാൽ പുതിയ ഭക്ഷണം. പഴയ കാലത്ത് ഒരാൾ കോഴി ഒന്നിരിക്കൽ അല്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ കറി വെക്കും, അല്ലെങ്കിൽ വരട്ടും. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഇല്ല. വരട്ടാ വേണ്ടത്, അതല്ല കറിയൊക്കെ ഉണ്ട്. ഉമ്മ ചോദിക്കും, നിങ്ങൾക്ക് എന്താ കുട്ടികളെ വേണ്ടത്? വരട്ടണോ കറി വെക്കണോ? ഇപ്പൊ വരട്ടലുമില്ല, കറിയില്ല. 65, 45, 85, 60. മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെ പുതിയ ഭക്ഷണ വിഭവങ്ങൾ, രീതികൾ. മനസ്സിലായില്ലേ? ചിന്തിക്കണം. അപ്പം മനുഷ്യന് വികാരമുള്ള എല്ലാ ഭക്ഷണവും കഴിക്കുന്ന കാലം. പക്ഷെ പെണ്ണിന് കല്യാണം വേണ്ട. അപ്പൊ വികാരമില്ലേ? വികാരമുണ്ട്. ഭക്ഷണം അല്ലേ? ബോർഡുണ്ട്, വികാരമുണ്ട്. ഭക്ഷണമുണ്ട്, വികാരമുണ്ട്. എന്തു വേണ്ട? പുതിയാപ്പള വേണ്ട. എന്തുകൊണ്ട് പുതിയാപ്പള വേണ്ട? കാലം ആരുടെ കയ്യിലാണ്? ശൈത്താന്റെ കയ്യിലാണ്.